കഴിഞ്ഞ ദിവസം സിറിയയിൽ വ്യാപകമായ രീതിയിലുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ റഷ്യയുടെ ഒരു വലിയ സൈനിക താവളം തകർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജംബ്ലായിൽ നടന്ന ആക്രമണത്തിലാണ് സിറിയയിലുള്ള റഷ്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യോമത്താവളവും ഒപ്പം തന്നെ ആയുധട്ടിപ്പോയും തകർന്നിരിക്കുന്നത്. 40 മുതൽ 50 മിനിറ്റ് വരെ നീണ്ടുനിന്ന ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇത് തകർന്ന് തരിപ്പണമായത്. സിറിയയുടെ വടക്ക് പടിഞ്ഞാറൻ ലതാക്കിയ പ്രവിശ്യയിലായിരുന്നു റഷ്യയുടെ വ്യോമത്താവളം സ്ഥിതി ചെയ്തിരുന്നത്. ഹൈമി എന്നാണ് ഈ വ്യോമത്താവളത്തിൻ്റെ പേര്. ഇതിനെയാണ് ബോംബിട്ട് നശിപ്പിച്ചത്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, സിറിയ വഴിയാണ് ഇറാൻ്റെ ആയുധങ്ങളും മറ്റും എത്തുന്നത്, അതിനെ റഷ്യയും പിന്തുണയ്ക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ തങ്ങൾ അതിനെ തടയുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ റഷ്യ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം സിറിയയിൽ നടത്തിയ ആക്രമണം തങ്ങൾ തടഞ്ഞു എന്ന് സിറിയൻ സർക്കാർ പറയുമ്പോഴും റഷ്യൻ വ്യോമത്താവളം ഛിന്ന ഭിന്നമായി എന്നുള്ള വാർത്തകളും സിറിയൻ സ്റ്റേറ്റ് മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ ലബനനുമായി മാത്രമല്ല, യമനുമായി മാത്രമല്ല, സിറിയയും റഷ്യയിലേക്കും കൂടി കടന്നിരിക്കുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ, ഇറാന് തിരിച്ചടി നൽകാനുള്ള ഒരുക്കങ്ങൾ, ഇതെല്ലാം പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.